തഥാഭൂതൗ മുകുരസ്യേവ നിർമ്മല. ഈ ചിത്ത് ഒരു തെളിഞ്ഞ കണ്ണാടി പോലെ, അല്പം പോലും മാലിന്യമില്ലാത്ത, തുടച്ച് വൃത്തിയാക്കപ്പെട്ട ഒരു കണ്ണാടി പോലെയുള്ള ഒന്നാണ് ഈ ആത്മതത്വം. അതിൻ്റെ ഉള്ളിൽ മായ അല്ലെങ്കിൽ സങ്കല്പം അത് ഭ്രമരൂപത്തിൽ പൊന്തുന്നു. അങ്ങനെ പൊന്തിയ ഭ്രമസങ്കല്പങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇനി ഞാൻ കേമനാണ്, മിടുക്കനാണ്, അടിച്ചു കളയും, തകർത്ത് കളയും, ഇങ്ങനെയൊന്നും മിണ്ടിപ്പോരുത്. നമ്മളൊക്കെ വെറും നിഴലുകളാണ്. ഈ നിഴലുകൾക്ക് ആശ്രയമായിട്ടുള്ളത് കേവല ബോധമാണ്, ശുദ്ധബോധമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതിൻ്റെ ഒരു നിഴൽ മാത്രമാണ് സകല ജീവന്മാരും, സകല ജീവികളും, മനുഷ്യർ മാത്രമല്ല. ഈ ഞാനെന്ന ഭാവം എവിടെ എവിടെ പൊന്തുന്നോ അതെല്ലാം ഭ്രമരൂപത്തിലാണ്. വാസ്തവത്തിൽ കേവലമായ ആ ശുദ്ധബോധം മാത്രമേ ഇവിടെയുള്ളൂ. തസ്യ സംവിത് ഘനാകാശസ്യ അച്ഛത്വാത്. ഈ സംവിത്ത് അഥവാ ബോധം നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവമാണ്. അത് ആകാശം പോലെ വ്യാപകവുമാണ്. അതിൻ്റെ അച്ഛത്വം അല്ലെങ്കിൽ നൈർമല്യം കാരണമായി ദർപ്പണവത് അതിസ്വച്ഛത്വാത്, വൃത്തിയായ ഒരു കണ്ണാടിയെപ്പോലെ അത് അത്യന്തം സ്വച്ഛമായതുകൊണ്ട്, നിർമ്മലമായതുകൊണ്ട്, തഥാഭൂതം നാനാത്മതാമിവാപന്നം ആത്മ. ഈ സ്വച്ഛത കാരണമായിട്ടാണ് അത് പലതെന്ന പോലെ കാണപ്പെടുന്നത്. അതിൽ നേരത്തെ തന്നെ എന്തെങ്കിലും അഴുക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പലതായി മാറാൻ ആത്മാവിന് കഴിയുകയില്ലായിരുന്നു. അതിൻ്റെ നൈർമല്യം കാരണമായിട്ടാണ് അത് പലതെന്ന പോലെ പ്രകടമാകുന്നത്. നിർമ്മലമായതിന് മാത്രമേ തന്നെ പലതാക്കാൻ കഴിയൂ എന്ന് ചുരുക്കം. മലിനമായത്, അശുദ്ധമായതിന് ഒരു രൂപത്തിൽ മാത്രമേ അത് കാണപ്പെടുകയുള്ളൂ. അതിന് തന്നെ പലതാക്കാനുള്ള കഴിവില്ല. ഈ ബോധം അത്യന്തം നിർമ്മലമായതുകൊണ്ട്, സ്വച്ഛമായതുകൊണ്ട് അത് നാനാത്വത്തെ സങ്കല്പത്തിലൂടെ അനുഭവിക്കുന്നു. നാനാത്മതാമിവ ആപന്നം, പലതെന്ന പോലെ ആയിത്തീർന്നിരിക്കുന്നു ഈ ആത്മാവ്. ആത്മാ സ്വമേവ ആത്മനി ബിംബതി ദർപ്പണോദരാകാശേ ഗിരിനദ്യാദിസഹിതം മഹാകാശമിവേത്യർത്ഥ. കണ്ണാടിയുടെ ഉള്ളിൽ വസ്തുക്കളും വ്യക്തികളും മാത്രമല്ല പ്രതിബിംബിക്കുന്നത്, കണ്ണാടിയുടെ ഉള്ളിൽ ആകാശവും പ്രതിഫലിക്കും. ഇത് മനസ്സിലായില്ല നിങ്ങൾക്ക്? ആകാശം കണ്ണാടിയുടെ ഉള്ളിൽ പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് ഒരു കണ്ണാടിയിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കണ്ണാടിക്കുള്ളിൽ അത്രയും അകലത്തിൽ പ്രതിബിംബം കാണപ്പെടുന്നു. നിങ്ങൾ 3 മീറ്റർ അകലെ നിന്നാണ് നോക്കുന്നതെങ്കിൽ കണ്ണാടിയുടെ ഉള്ളിൽ 3 മീറ്റർ അകലെ ആയിരിക്കും നിങ്ങളുടെ പ്രതിബിംബത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിൻ്റെ അർത്ഥം ആകാശം, ഇടം, സ്പേസ് അതും കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു എന്നല്ലേ? അപ്പോൾ വസ്തുക്കളെ മാത്രമല്ല, നമ്മുടെ ശരീരത്തെയോ അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളെയോ മാത്രമല്ല ദർപ്പണം പ്രതിഫലിപ്പിക്കുന്നത്, ആകാശത്തെയും പ്രതിഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇതുപോലെ ഈ പരമാത്മാവാകുന്ന കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന ഒന്നാണ് ആകാശം. അത് അതിൻ്റെ സ്വച്ഛത കാരണമായിട്ട് അതിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ്. എങ്ങനെയാണോ ഒരു കണ്ണാടിയുടെ ഉള്ളിൽ ദർപ്പണോദരാകാശെ, ഈ ദർപ്പണത്തിൻ്റെ ഉള്ളിൽ ആകാശം പ്രതിഫലിക്കുന്നു. ആ ആകാശത്തിലാണ് ഗിരിനദ്യാദി സഹിതം മഹാകാശം, പർവ്വതങ്ങളും നദികളുമൊക്കെ നിൽക്കുന്നത് ആകാശത്തിലാണ്. ഈ ആകാശത്തിൽ, ഭൂമിയിലുള്ള ആകാശത്തിൽ, പിന്നെ മുകളിലുള്ള ആകാശത്തിൽ നക്ഷത്രങ്ങളും സൂര്യചന്ദ്രാദികളും ഒക്കെ ഉണ്ട്. എല്ലാം കണ്ണാടിയുടെ ഉള്ളിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. ഈ ദൂരം പോലും ഭൂമിയിൽ നിന്ന് എത്രയോ ലക്ഷം കിലോമീറ്ററുകൾ അകലെയാണ് ചന്ദ്രബിംബം. ഒരു കണ്ണാടി ഈ ചന്ദ്രന് നേരെ നമ്മൾ പിടിച്ചാൽ ഇത്രയും ദൂരം കണ്ണാടിയുടെ ഉള്ളിൽ കാണപ്പെടും. അപ്പോൾ ആകാശത്തെ പോലും പ്രതിഫലിപ്പിക്കാൻ ഈ കണ്ണാടിക്ക് കഴിവുണ്ട് എന്നുള്ളതിൻ്റെ
തെളിവാണ് ഇത്. ഇങ്ങനെ മഹാകാശം ആ മഹാകാശത്തിലുള്ള വസ്തുക്കളോടുകൂടി കണ്ണാടിയുടെ ഉള്ളിൽ പ്രതിബിംബിക്കുന്നു. താദൃശസ്യ സ്വച്ഛസ്യാപി തഥാഭൂതൗ, ഇതുപോലെ അത്യന്തം നിർമ്മലമായ ബോധത്തിൽ നാനാ ജഗദാകാരഭവനെ, അനേകം ജഗത്തുക്കളാകുന്ന വീടുകളോടുകൂടിയ ഈ പ്രപഞ്ചം, ഓരോ ജഗത്തും ഓരോരോ ഗൃഹങ്ങൾ പോലെയാണ്, വീട് പോലെയാണ്. ഇതെല്ലാം പ്രതിഫലിക്കുന്നത്, എല്ലാം ഉള്ളതായിത്തീരുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ആകാശത്തിലാണ്. ആ ആകാശം ബോധത്തിലാണ് നിൽക്കുന്നത്. ഈ കാര്യം നമ്മുടെ ബാലകൃഷ്ണൻ നായർ സാർ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എല്ലാം ആകാശത്തിൽ നിൽക്കുന്നു. ആകാശം എവിടെ നിൽക്കുന്നു? ഈ ചോദ്യം ആരും ചോദിക്കുന്നില്ല. ആകാശം എവിടെ നിൽക്കുന്നു, എവിടെ എന്നുള്ള ചോദ്യം തന്നെ ആകാശത്തെ ആസ്പദമാക്കിയാണ്. ആകാശത്തിൽ എവിടെ എന്നാണ് നമ്മൾ എവിടെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അതല്ല, ആകാശം തന്നെ എവിടെ ഇരിക്കുന്നു എന്നാണ്. എവിടെ നിൽക്കുന്നു, എവിടെ അനുഭവപ്പെടുന്നു? ഉത്തരം വളരെ ലളിതം. ആകാശത്തെ ഉണ്ടെന്നറിയുന്ന ബോധത്തിൽ. സാർ എപ്പോഴും പറയും, എന്നെ കാണാൻ ISROയിലെ കുറേ ശാസ്ത്രജ്ഞന്മാർ വരാറുണ്ട്. ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നിങ്ങൾ സ്പേസിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരാണല്ലോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, എന്താണ് ഈ സ്പേസ് അല്ലെങ്കിൽ ആകാശം? അവർ പറഞ്ഞ ഉത്തരം, ഞങ്ങൾ അതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നാണ്. കഷ്ടം. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് എന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് തന്നെ ഉള്ളപ്പോൾ ഈ സ്പേസിനെ കുറിച്ച് ചിന്തിക്കാതിരുന്നത് വലിയ മോശമായിപ്പോയി കേട്ടോ. ആലോചിക്കണമായിരുന്നു. ഇനി ആലോചിച്ചാൽ ഈ ശാസ്ത്രജ്ഞന്മാർക്ക് മറുപടി കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ആകാശത്തിൽ പലതിനെയും കണ്ട് ഭ്രമിക്കുന്നവരാണ് സ്പേസ് സയൻറ്റിസ്റ്റുകൾ, വാന നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാർ, അസ്ട്രോണമിസ്റ്റുകൾ എന്ന് പറയുന്നില്ലേ. ആകാശത്തിൽ പലതിനെയും, പല ജ്യോതിർഗോളങ്ങളെയും കണ്ട് അതിനെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് ആകാശം എവിടെ നിൽക്കുന്നു, അനന്തമായ ഈ ശൂന്യാകാശം എവിടെയാണ് പ്രതിഫലിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിയില്ല. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ബ്രഹ്മജ്ഞാനികളോട് ചോദിക്കണം. അനന്തമായ ഈ ആകാശം, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ ആകാശം എവിടെയാണ് ഉള്ളതായിത്തീരുന്നത്? അല്ല, ആകാശമുണ്ട്. ആകാശം ഇവിടെ എവിടെയുണ്ട്? പുറത്തുണ്ട്. സുഹൃത്തെ, പുറത്തുള്ള ആകാശത്തിൻ്റെ അനുഭവം പുറത്തല്ലേ ഉണ്ടാവേണ്ടത്? ഈ ആകാശത്തെ അനുഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഞാനല്ലേ? നിങ്ങളുടെ ഉള്ളിൽ ഞാനായി പ്രകാശിക്കുന്ന ബോധാംശമാണ് ഈ ആകാശത്തെ ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആകാശം എവിടെ നിൽക്കാൻ പറ്റും? ബോധത്തിൽ. ഞാൻ എന്ന രൂപത്തിൽ പ്രകടമാകുന്നത് ബോധമാണ്. അത് മനസ്സിലാക്കിയാലേ ബോധത്തിലാണ് ആകാശം നിൽക്കുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ തന്നെ ആത്മാവായി അറിയണം. ഞാൻ ബ്രഹ്മമാണ് എന്നറിയണം. ആ ബ്രഹ്മം അനന്തമായ ഒരു സത്തയാണ്, വ്യാപകമായ ഒരു അസ്തിത്വമാണ് എന്നറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ആകാശം ആ ബോധത്തിലാണ് നിൽക്കുന്നത് എന്ന കാര്യം പിടികിട്ടൂ. അല്ലാതെ മനസ്സിലാവില്ല. ആകാശത്തെ നോക്കി അന്തം വിട്ടിരിക്കാം, വാ തുറന്ന് ഇങ്ങനെ അത്ഭുത പരതന്ത്രരായി നമുക്ക് നിൽക്കാമെന്നല്ലാതെ ആകാശത്തിൻ്റെ അധിഷ്ഠാനം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം സാധാരണക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ആകാശത്തിലാണ് നിൽക്കുന്നു. ഈ ആകാശം ഉണ്ടെന്നറിയുന്ന ബോധത്തിൽ നിൽക്കുന്നു. അതേത് ബോധമാണ്? ഞാനെന്നുള്ള ബോധം, ഞാൻ ബോധം. അത് ഞാനെന്നുള്ള ഒരു അനുഭവമാണ്. ആ അനുഭവമാണ് ആകാശത്തെ ഉണ്ടെന്നറിയുന്നത്, ആകാശത്തെ വെളിപ്പെടുത്തി തരുന്നത്. ഇത് ആകാശമാണ്, ഇത് അനന്തമാണ്, ഇത് വ്യാപിച്ചു കിടക്കുന്നതാണ്.
അനേകം ജ്യോതിർഗോളങ്ങൾ ഈ ആകാശത്തിൽ ചുറ്റിത്തിരിയുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ജീവനാണ്. ആ ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മ അംശമാണ്. അതുകൊണ്ട് ആകാശം ബോധത്തിൽ നിൽക്കുന്നു. ഉപനിഷത്ത് അവിടെയും നിൽക്കുന്നില്ല. ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്, കസ്മിന്നു സ ഭഗവൻ പ്രതിഷ്ഠിതൈതി. എല്ലാം ആകാശത്തിൽ നിൽക്കുന്നു, ആ ആകാശം ബോധത്തിൽ നിൽക്കുന്നു. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ മഹർഷേ, ഈ ബോധം എവിടെ നിൽക്കുന്നു? ബോധം അല്ലെങ്കിൽ ബ്രഹ്മം, അനന്തമായ സത്ത എന്നൊക്കെ അങ്ങ് പറഞ്ഞല്ലോ. ഈ ബോധത്തിൻ്റെ അധിഷ്ഠാനം എന്താണ്? ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? എന്താണ് ഇതിൻ്റെ ആധാരം അല്ലെങ്കിൽ അധിഷ്ഠാനം? ഈ ചോദ്യത്തിന് ഉപനിഷത്ത് വളരെ വ്യക്തമായി തന്നെ മറുപടി പറയുന്നു. സ്വേ മഹിംനി, അത് തൻ്റെ മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നു. അതെന്താണ് തൻ്റെ മഹിമാവെന്ന് പറഞ്ഞാൽ? ബോധത്തിലാണ് നിൽക്കുന്നത്, അല്ലാതെ വേറെന്ത് പറയാൻ? ബോധത്തിന് മറ്റൊരധിഷ്ഠാനമുണ്ടെങ്കിൽ ആ അധിഷ്ഠാനം എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഋഷി മറുപടി പറയേണ്ടി വരും. എല്ലാം ആകാശത്തിൽ നിൽക്കുന്നു, ആകാശമാണ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത്. ആ ആകാശത്തിൻ്റെ അനുഭവം ബോധത്തിലാണ് സാധ്യമാകുന്നത്. ആ ബോധം എവിടെ നിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അത് അതിൽ നിൽക്കുന്നു, കഴിഞ്ഞു. ഇനി ചോദ്യങ്ങളൊന്നുമില്ല. ബോധത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നുള്ള അനുഭവം, അതാണ് ബോധം എന്ന് പറയുന്നത്. അതെവിടെ നിൽക്കുന്നു? ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ. ബ്രഹ്മത്തിലല്ലാതെ വേറെ എവിടെ നിൽക്കാൻ പറ്റും? അതിനേക്കാളും വ്യാപകതയുള്ള, അതിൻ്റെയും അധിഷ്ഠാനമായി നിൽക്കാൻ മറ്റൊന്നില്ലല്ലോ. എല്ലാറ്റിനെയും അറിയുന്നത് ഈ ആത്മാവാണ്, ബോധസ്വരൂപനായ പരമാത്മാവാണ്. പ്രപഞ്ചത്തെ അറിയുന്നത് ജീവന്മാരാണ് എന്നാണ് പറയുന്നത്. ഈ ജീവന്മാരെല്ലാവരും തന്നെ ബോധത്തിലെ പ്രകടനങ്ങളാണ്. അപ്പോൾ എല്ലാം വാസ്തവത്തിൽ നിൽക്കുന്നത് ബോധത്തിലാണ്. ആ ബോധം എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നിൽ നിൽക്കുന്നു, അത് അതിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് മറ്റൊരധിഷ്ഠാനമോ ആശ്രയമോ ഇല്ല. അതുകൊണ്ടാണ് അത് തൻ്റെ മഹിമാവിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഉപനിഷത്ത് പറഞ്ഞത്. നാനാ ജഗദാകാര ഭവനേ മുകുരസ്യേവ നിർമ്മല സ്വച്ഛദൈവ ഹേതുരിതി ശേഷഃ. ഒന്നെങ്ങനെ പലതായി മാറി, ഒന്ന് അതിൽ തന്നെ പ്രതിഫലിച്ചു, അപ്പോൾ പലതുള്ളതുപോലെ തോന്നി. രണ്ട് കണ്ണാടികൾ സമാന്തരമായി വെച്ചിട്ട് ഈ രണ്ട് കണ്ണാടികളുടെയും മധ്യത്തിൽ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചെറിയ വിളക്ക് കത്തിച്ച് വയ്ക്കുക. രണ്ട് കണ്ണാടികൾ ഇങ്ങനെ സമാന്തരമായി വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ണാടിയുടെ ഉള്ളിൽ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക. ഒരു കണ്ണാടിയുടെ ഉള്ളിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു വിളക്കല്ല, അനേകം വിളക്കുകളുടെ ഒരു നിര നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റേ കണ്ണാടിയുടെ ഉള്ളിലും അനേകം വിളക്കുകൾ കാണാൻ പറ്റും. ഇതെന്തുകൊണ്ട്? കണ്ണാടിയുടെ സ്വച്ഛതയാണ് ഇതിന് കാരണം, കണ്ണാടിയുടെ നൈർമല്യമാണ് ഇതിന് കാരണം. ഒരു കണ്ണാടിയിൽ വിളക്ക് പ്രതിഫലിക്കുന്നു, ആ പ്രതിബിംബം മറ്റേ കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നു, ആ പ്രതിബിംബം വീണ്ടും ആദ്യത്തെ കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നു. ഇങ്ങനെ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻസ്, അനേകം പ്രതിബിംബങ്ങൾ ഈ രണ്ട് കണ്ണാടികളുടെയും ഉള്ളിൽ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഉള്ളത് ഒരു വിളക്കാണ്, ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ രണ്ട് കണ്ണാടിയുടെയും ഉള്ളിൽ കാണപ്പെടുന്ന ദീപ പരമ്പരകൾ, അതെന്ത്? ഭ്രമം. ഈ ഒരു വിളക്ക് ഉള്ളത് കൊണ്ടാണ് ദീപ പരമ്പരകളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ വിളക്കായി പ്രകാശിക്കുന്ന ആത്മാവ് എന്ന ഒരു സത്യമുണ്ട്. അതുള്ളത് കൊണ്ടാണ് നാനാത്വം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നത്. തീർന്നില്ലേ? ഒന്നെങ്ങനെ പലതായി? ഒന്ന് പലതായിട്ടില്ല. നിങ്ങൾ ഈ ഓരോ കണ്ണാടിയിലും
അനേകം വിളക്കുകളെ കാണുമ്പോഴും വാസ്തവത്തിൽ ഉള്ളത് ഒരു വിളക്ക് മാത്രമാണ്. ഈ അനേകം വിളക്കുകളുടെ ദൃശ്യം അത് വെറും ഭ്രമം മാത്രമാണ്. അത് കണ്ണാടി ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഭ്രമമാണ്. 2 കണ്ണാടിയെയും പൊട്ടിച്ചു കളയൂ. ഇപ്പം എത്ര വിളക്കുണ്ട്? കണ്ണാടിയുടെ ഉള്ളിൽ നോക്കിയാലാണ് വിളക്കുകളുടെ ഒരു നിര നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മാധ്യമം ജനിപ്പിക്കുന്ന ഒരു ഭ്രമമാണ്. കണ്ണാടിയെ പൊട്ടിച്ചു കളഞ്ഞാൽ, കണ്ണാടിയില്ലെങ്കിൽ പിന്നെന്ത് പ്രതിബിംബം? പ്രതിബിംബമില്ലെങ്കിൽ പ്രതിബിംബങ്ങളുടെ നിരകൾ എങ്ങനെ കാണപ്പെടും? വിളക്ക് പോലെ വർത്തിക്കുന്നതാണ് ആത്മാവ്. കണ്ണാടിയെ പോലെയാണ് മനസ്സ്. ഈ മനസ്സിലാണ് നാനാത്വം പ്രതിബിംബിക്കുന്നത്. മനസ്സിനെ മാറ്റൂ, സങ്കല്പങ്ങളെ നിരോധിക്കൂ. മനസ്സ് ചലിക്കാതെയായാൽ ഈ ഒരു സത്യം മാത്രമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമായി അറിയാൻ കഴിയും. അപ്പോൾ നാനാത്വം മാധ്യമം ഉണ്ടാക്കുന്ന ഒരു ഭ്രമമാണ്. മാധ്യമത്തെ അതിവർത്തിച്ചാൽ നാനാത്വ അനുഭവം ഇല്ല. പിന്നെ ഏകത്വത്തിൻ്റെ അനുഭവം മാത്രമേ ബാക്കിയുണ്ടാവൂ. ഏകലോഹമയായേവ യഥാദർശാഃ പരസ്പരം തഥൈതേ പ്രതിബിംബന്തി പദാർത്ഥാഃ പാരമാർത്ഥികാഃ. ഒരേ ലോഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് ഈ കണ്ണാടികൾ. അതായത് പണ്ട് ഗ്ലാസ് കണ്ടുപിടിച്ചിട്ടില്ല, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് കണ്ണാടി. അതാണല്ലോ ഗ്ലാസ് എന്ന് പറയുന്നത്, സ്ഫടികം. ഇത് വളരെ കാലത്തിന് ശേഷം ആണ് കണ്ടുപിടിച്ചത്. പണ്ട് മിനുസപ്പെടുത്തിയ ലോഹോപരിതലങ്ങൾ, പോളിഷ്ഡ് മെറ്റൽ സർഫസ്, അതിനെയാണ് കണ്ണാടിയായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമുക്കുണ്ടല്ലോ വാൽക്കണ്ണാടി, ആറന്മുള കണ്ണാടി. അത് തന്നെ വാൽക്കണ്ണാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വട്ടത്തിൽ ഒരു ചെറിയൊരു പിടി പോലെ ഉണ്ടാവും. അതിനെയാണ് വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ മാത്രമേ ഉള്ളൂ കണ്ണാടി. അത് കണ്ണാടിയല്ല, മിനുസപ്പെടുത്തിയ ലോഹോപരിതലമാണ്. ഒരു ലോഹത്തിൻ്റെ ഉപരിതലത്തെ അത്ര കണ്ട് മിനുസപ്പെടുത്തി നല്ല പോലെ പ്രതിഫലന ശേഷി അതിനുണ്ടാക്കി തീർക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ വ്യക്തമായി നമ്മുടെ മുഖം കാണാൻ പറ്റും. അപ്പോൾ പഴയ കാലത്ത് ഈ ലോഹമയങ്ങളായ എന്ന് പറഞ്ഞാൽ ലോഹോപരിതലങ്ങളെ മിനുസപ്പെടുത്തി അങ്ങനെ ഉണ്ടാക്കിയ കണ്ണാടികളാണ് ഉപയോഗത്തിലുണ്ടായിരുന്നത്. എല്ലാം ഒരേ ലോഹം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കണ്ണാടികൾ. തഥൈതേ പ്രതിബിംബന്തി പദാർത്ഥാഃ പാരമാർത്ഥികാഃ. ഈ കണ്ണാടികളാണ് പദാർത്ഥങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത്. നനു ജഗദപി വസ്തുതശ്ചിദേവ. ഈ ജഗത്ത് വാസ്തവത്തിൽ ചിത്ത് തന്നെയാണ്. തഥാസതി, അങ്ങനെയുള്ളപ്പോൾ ചിതയേവ ചിതി കഥം പ്രതിബിംബനം ഇതി ചേത് ശൃണു. ചിത്തിൽ തന്നെ പ്രതിഫലിക്കുന്നു, ഇതെങ്ങനെ സാധ്യമാകും എന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ കേട്ടോളൂ, ഞാൻ മറുപടി പറയാം. ഒന്ന്, അതല്ലാത്ത മറ്റൊന്നിലല്ലേ പ്രതിഫലിക്കൂ. കണ്ണാടിയുടെ ഉള്ളിൽ തന്നെ പ്രതിഫലിക്കുമോ? പ്രതിഫലിക്കാം. കണ്ണാടിയുടെ ഉള്ളിൽ തന്നെ കണ്ണാടി പ്രതിഫലിച്ചാൽ അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കണ്ണാടിയുടെ ഉള്ളിൽ മറ്റൊന്ന് പ്രതിഫലിച്ചാൽ മാത്രമേ നമുക്ക് ആ പ്രതിബിംബത്തെയോ പ്രതിഫലനത്തെയോ അറിയാൻ പറ്റൂ. കണ്ണാടിയുടെ ഉള്ളിൽ കണ്ണാടി തന്നെ പ്രതിഫലിച്ചാൽ നിങ്ങൾ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യും? നിങ്ങൾ എങ്ങനെ വേർതിരിച്ചറിയും? എന്തിനേയും പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ളതാണ് കണ്ണാടി. അപ്പോൾ അതിന് കണ്ണാടിയെ തന്നെ എന്തുകൊണ്ട് പ്രതിഫലിപ്പിക്കാനുള്ള ഇല്ല? എന്തുകൊണ്ട്? അപ്പോൾ കണ്ണാടിയുടെ ഉപരിതലം തന്നെ ആ കണ്ണാടിയിൽ പ്രതിഫലിക്കും, പക്ഷെ അതിനെ നമുക്ക് വേറിട്ട് കാണാൻ പറ്റില്ല. ആകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തെ എങ്ങനെ കാണാൻ പറ്റും? ആകാശം എന്ന് പറയുന്നത് സർവവ്യാപകമാണ്. ആ ആകാശത്തിൽ എന്താണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ആകാശം. ഇപ്പം ആകാശം എന്ന വലിയ ഒന്ന്, അതിൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെയും പേര്
ആകാശം എന്നാണ്. ഇപ്പം ആകാശത്തിൽ ആകാശം വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് കണ്ണാടിയിൽ കണ്ണാടി പ്രതിബിംബിക്കുന്നു എന്ന് പറയുന്നത്. അതിനെ നമുക്ക് വേറിട്ട് മനസ്സിലാക്കാൻ സാധ്യമല്ല. കണ്ണാടിയുടെ ഉള്ളിൽ മറ്റൊരു വസ്തുവിൻ്റെ പ്രതിബിംബത്തെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. ഇപ്പോൾ ബോധത്തിൽ ബോധം തന്നെ എങ്ങനെ പ്രതിഫലിക്കും, ചിത്തിൽ ചിത്ത് തന്നെ എങ്ങനെ പ്രതിബിംബിക്കും എന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ ശൃണു, കേട്ടോളൂ. ദൃഷ്ടാന്തം ഇത്യാഹ. ഒരു ഉദാഹരണത്തിലൂടെയാണ് അത് വ്യക്തമാക്കുന്നത്. പാരമാർത്ഥികാഹ പരമാർത്ഥതശ്ചിദ്രൂപാ അപീത്യർത്ഥ. ഈ പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളായും ജീവന്മാരായും ഒക്കെ കാണപ്പെടുന്നത് വാസ്തവത്തിൽ ചിത്താണ്. ജഡനാമരൂപങ്ങൾ എന്ന പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഈ ദൃശ്യങ്ങളുടെ എല്ലാം ആധാരമായി വർത്തിക്കുന്നത് ചിത്ത് തന്നെയാണ്. അല്ലെങ്കിൽ ചിത്ത് തന്നെയാണ് ജഡങ്ങളായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ സത്യം മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ ചിത്തിൽ ചിത്ത് എങ്ങനെ പ്രതിബിംബിക്കുന്നു എന്നുള്ള കാര്യം പിടികിട്ടൂ. അല്ലാതെ പിടികിട്ടില്ല. നാമരൂപങ്ങൾക്ക് വേറിട്ട ഒരു അസ്തിത്വം ഉണ്ട് എന്ന് കരുതുന്നവർക്ക് എല്ലാം ബ്രഹ്മമാണ് എന്ന വസ്തുത ഒരിക്കലും പിടികിട്ടാൻ പോകുന്നില്ല. ഈ ഭേദചിന്ത വേറെ 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 പലതിവിടെയുണ്ട്. സൂര്യൻ വേറെ, ചന്ദ്രൻ വേറെ, പക്ഷി വേറെ, മൃഗം വേറെ, മനുഷ്യൻ വേറെ, വൃക്ഷങ്ങൾ വേറെ, നദി വേറെ, സാഗരങ്ങൾ വേറെ, കല്ല് വേറെ, മണ്ണ് വേറെ, ചപ്പ് വേറെ, ചവറ് വേറെ. ഈ ഭേദചിന്ത നമ്മുടെ ഉള്ളിൽ നിന്ന് അകലാത്തിടത്തോളം കാലം ഏകമായി സർവ്വതിലും വ്യാപിച്ചു നിൽക്കുന്ന ചിത്തത്വത്തെ അറിയാൻ പറ്റില്ല. ഇപ്പം ഈ ചിത്തിനെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഈ നാമരൂപങ്ങളെയൊക്കെ ഒഴിവാക്കിയാൽ ചിത്തിനെ അറിയാൻ പറ്റുമോ? നാമരൂപങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ഉറക്കം അല്ലെങ്കിൽ അബോധാവസ്ഥ. അവിടെ നിങ്ങൾ ബോധത്തെ സാക്ഷാത്കരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ദൃശ്യങ്ങളല്ല പ്രശ്നം, ദൃശ്യങ്ങളല്ല നമ്മുടെ പ്രശ്നം. ആത്മജ്ഞാനത്തിന് വിഘാതമായിരിക്കുന്നത് ദൃശ്യമല്ല, പ്രപഞ്ചമല്ല, വ്യക്തികളല്ല. ഈ ദൃശ്യങ്ങൾ ആത്മാവിൻ്റെ തന്നെ പ്രതിബിംബങ്ങളാണ് എന്ന് കാണാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമ്മുടെ പിടിപ്പുകേടാണ്. ആ ഒന്ന് തന്നെ തൻ്റെ മായാശക്തിയിലൂടെ പലതെന്ന പോലെ കാണപ്പെടുന്നു. ഈ കാണപ്പെടുന്നതെല്ലാം ആ ഒന്ന് തന്നെ എന്ന് ചിന്തിച്ച് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ ചിത്തിൽ ചിത്ത് എങ്ങനെ പ്രതിബിംബിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാകും. അപ്പോഴും വിശേഷിച്ചൊന്നും അറിയാനില്ല. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം. സർവം ഖൽവിദം ബ്രഹ്മ, സർവം ബ്രഹ്മമയം. ഈ അറിവിന് തടസ്സമായി നിൽക്കുന്നത് ഭേദചിന്തകളാണ്. ഭേദചിന്തകൾ എന്ന് പറഞ്ഞാൽ അനേകം നാമരൂപങ്ങൾ ഇവിടെ ഉണ്ട്, ഇത് ഓരോന്നും വ്യത്യസ്തമാണ് എന്നുള്ള തെറ്റിദ്ധാരണ. ആ ധാരണ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്വൈത സത്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് അമ്പലത്തിൽ പോയി എത്ര വഴിപാട് വേണമെങ്കിലും നടത്തിക്കോളൂ. 24 മണിക്കൂറും മന്ത്രജപം അല്ലെങ്കിൽ വേദപഠനം, വേദപാരായണം, സപ്താഹം, എന്ത് പണ്ടാരം വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. ഈ ദൃശ്യങ്ങൾ ആത്മാവിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാതെ ആത്മതത്വത്തെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ഉറപ്പാണ് ഈ കാര്യം. ഇതിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു ദൈവം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു പ്രത്യേക രൂപത്തിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടാൽ പോലും ആ ഈശ്വരൻ വേറെ, ഞാൻ വേറെ. ഈ ഭേദചിന്ത എങ്ങനെ നിങ്ങൾ ഇല്ലാതാക്കും? എനിക്ക് ദൈവദർശനം ലഭിച്ചു, അത് മറ്റു രൂപങ്ങളെപ്പോലെ ഒരു രൂപം. മറ്റു രൂപങ്ങളെ നിർമ്മിക്കുന്നത് നിങ്ങളുടെ മനസ്സാണെങ്കിൽ ഈ ദിവ്യരൂപത്തെയും നിർമ്മിച്ചത് നിങ്ങളുടെ മനസ്സാണ്. അങ്ങനെ ഒരു രൂപത്തിൽ ഒരു ഈശ്വരൻ എവിടെയുമില്ല. പ്രത്യക്ഷപ്പെട്ടിട്ട് മറഞ്ഞു പോകുന്നത് ദൈവമല്ല,
പ്രത്യക്ഷപ്പെടാതെ മറഞ്ഞു പോകാതെ എന്നും ഒരുപോലെ തൻ്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രകാശിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈശ്വരതത്വം. അതായത് ഞാൻ തന്നെയാണ് ഈശ്വരൻ. എനിക്ക് എൻ്റെ ഉണ്മ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഞാനില്ല എന്നുള്ള അനുഭവം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഞാനില്ല എന്ന് ഒരാൾ അനുഭവിക്കണമെങ്കിൽ ആ ഞാനിൻ്റെ ഇല്ലായ്മയെ അനുഭവിക്കാൻ ഒരാൾ വേണം. അയാളുണ്ട് എന്നാണ് അർത്ഥം. തൻ്റെ ഉണ്മയെ നിഷേധിക്കാൻ പറ്റില്ല, തൻ്റെ ഉണ്മയെ അനുഭവിക്കാതിരിക്കാനും പറ്റില്ല. ജീവഭാവത്തെ നമുക്ക് മറക്കാം. ഞാൻ എന്ന വ്യക്തിബോധം അത് ആത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. അതിനെ ചില നേരങ്ങളിൽ ഉള്ളതുപോലെയും ചില നേരങ്ങളിൽ ഇല്ലാത്തതുപോലെയും നമുക്ക് അനുഭവിക്കാം. അത് മനസ്സിനെ ആശ്രയിച്ചുള്ള ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ ബുദ്ധി അധിഷ്ഠിതമായ ഒരു അനുഭവമാണ്. ആത്മാനുഭവം ബുദ്ധിക്ക് അതീതമായ ഒന്നാണ്. തൻ്റെ ഇല്ലായ്മയെ ഇന്നേ വരെ ആരും അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ ഒക്കില്ല. കാരണം താനായി പ്രകാശിക്കുന്നത് അസ്തിത്വം സ്വരൂപമായ ബ്രഹ്മമാണ്. അതിനെ അത് ഞാനാണ് എന്ന് മാത്രമേ അറിയേണ്ട കാര്യമുള്ളൂ. ഈ ആത്മജ്ഞാനം, ബ്രഹ്മജ്ഞാനം എന്നൊക്കെ ആൾക്കാർ പറയുന്നത് അതെന്തോ നമ്മുടെ അറിവിന് വിഷയമാകുന്ന ഒന്നായി അറിയണം എന്നാണ് പലരും വിചാരിക്കുന്നത്. എനിക്ക് ആത്മാവിനെ അറിയണം. തെറ്റ്. ഞാനായി പ്രകാശിക്കുന്നത് അതാണ് എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. അല്ലാതെ ആത്മാവിനെ തനിക്ക് അന്യമായ ഒന്നായി വിചാരിച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് നേടുകയല്ല ഒരാത്മജ്ഞാനി ചെയ്യുന്നത്. ഞാൻ തന്നെ അത് തന്നെ ഞാൻ. എനിക്കും അതിനും തമ്മിൽ വ്യത്യാസമില്ല. അഹം ബ്രഹ്മാസ്മി. അതാണ് ആത്മജ്ഞാനം. അല്ലാതെ എൻ്റെ അറിവിന് വിഷയമാകുന്ന ഒന്നായി ഈ ആത്മാവിനെ ദയവ് ചെയ്ത് നിങ്ങൾ ആരും കരുതരുത്. അത് അറിയപ്പെടേണ്ടതല്ല. ഇപ്പോഴേ നമ്മുടെ അറിവിൽ ഉള്ള അനുഭവമായി പ്രകാശിക്കുന്ന ഈ ഞാൻ തന്നെയാണ് ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് ഞാനെന്ന ജീവഭാവത്തിൽ പ്രകടമാകുന്നത് എന്ന സത്യം തിരിച്ചറിയുക. കഴിഞ്ഞു. ഇത് മാത്രമാണ് നമുക്ക് പറ്റാത്തത്. നമ്മൾ പല വിഷയങ്ങളും പഠിക്കും, പല ശാസ്ത്രശാഖകളിലും പ്രവീണന്മാരാണ് നമ്മൾ. പക്ഷെ ഞാനായി പ്രകാശിക്കുന്നത് ആത്മാവാണ് എന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല. എന്താ ഇതിന് കാരണം? അവനവൻ ചെയ്തു കൂട്ടിയ പാപം, തെറ്റിദ്ധാരണയാണ്, അജ്ഞതയാണ് ഏറ്റവും വലിയ പാപം. നിങ്ങൾ വേറൊരാളെ ദ്രോഹിക്കണ്ട, വേറൊരാളെ പീഡിപ്പിക്കണ്ട, മറ്റൊരാളെ ഉപദ്രവിക്കണ്ട. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം, മഹാപാപം എന്ന് തന്നെ പറയാം. എന്താണെന്നോ? ബ്രഹ്മഹത്യ. ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെ കൊന്നാൽ ഉണ്ടാകുന്ന പാപമാണ് ബ്രഹ്മഹത്യ. ബ്രാഹ്മണനെ കൊല്ലുക. അതുമാത്രമല്ല, നാശമില്ലാത്ത ബ്രഹ്മത്തെ നശിക്കുന്ന ജീവനായി തെറ്റിദ്ധരിക്കുന്നതാണ് യഥാർത്ഥ ബ്രഹ്മഹത്യ. നല്ലതുപോലെ മനസ്സിലാക്കിക്കോളൂ. നല്ലതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ തൊണ്ട പൊട്ടിയാലും വേണ്ടില്ല, വിളിച്ച് വായി കൂടെ രക്തം ഛർദ്ദിച്ചാലും വേണ്ടില്ല. ഞാനായി ഞാൻ എന്ന ശുദ്ധമായ അനുഭവമായി പ്രകാശിക്കുന്നത് ആത്മാവാണ് എന്ന സത്യം ഉൾക്കൊള്ളാതെ ആത്മജ്ഞാനം നേടാൻ പറ്റില്ല. കാരണം ഞാൻ ആത്മാവാണ് എന്ന അറിവാണ് ആത്മജ്ഞാനം. അല്ലാതെ തനിക്ക് അന്യമായ ഒരാത്മാവിനെ ഞാൻ അറിയുന്നതല്ല ആത്മജ്ഞാനം. ഈ ഭേദം ഉള്ളിടത്തോളം കാലം, ജീവൻ വേറെ ബ്രഹ്മം വേറെ, ഈ ഭേദചിന്ത ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ആത്മജ്ഞാനിയാകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ആത്മാവിൻ്റെ പ്രകടനമാണ്. ഞാൻ എന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിലില്ല. ഇത് ആത്മാവിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. ആ നിഴൽ ചില സമയത്ത് കാണപ്പെടും, ചില സമയത്ത് കാണപ്പെടില്ല. ഗാഠനിദ്രയിൽ അത് മറഞ്ഞു പോകും, ജാഗ്രത്തിലും സ്വപ്നത്തിലും അത് ഉള്ളതുപോലെ പ്രകാശിക്കും. ഇങ്ങനെ വന്നിട്ട് പോകുന്നത് അല്ലെങ്കിൽ പോയിട്ട് വരുന്നത് സത്യമാവാൻ പറ്റില്ല.
വരാതെ പോകാതെ എപ്പോഴും അസ്തിത്വമായി ഉണ്മയായി നിലനിൽപ്പായി തൻ്റെ ഉണ്മയെ പ്രകടമാക്കുന്ന ഒന്നിൻ്റെ അനുഭവമാണ് വാസ്തവത്തിൽ ആത്മാനുഭവം എന്ന് പറയുന്നത്. അതിനെ ഉള്ളതായി തന്നെ അറിയണം. അതിനെ തന്നിൽ നിന്ന് അന്യമായി അറിയാൻ ശ്രമിക്കരുത്. എനിക്ക് അത് വേണം, ഞാൻ ആത്മാവിനെ അറിയണം, അതൊക്കെ ആ ആഗ്രഹം നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ അതിനെ വാസ്തവത്തിൽ അറിയുമ്പോൾ അത് വേറെ ഞാൻ വേറെ എന്നുള്ള ഭേദം പോലുമില്ല. ഉപ്പുവാവ കടലിൻ്റെ ആഴമളക്കാൻ സമുദ്രത്തിലേക്ക് ഇറങ്ങിയതുപോലെയാണ്. കടലിന് എത്ര ആഴമുണ്ടെന്ന് ഉപ്പുവാവ അറിയാൻ ആഗ്രഹിച്ചു. സമുദ്ര ഉപരിതലത്തിൽ നിന്നും അത് പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അളന്നുകൊണ്ടേ വരികയാണ്. കയ്യിലൊരു ഈ അളക്കാനുള്ള ഈ കോൺട്രാക്ടർമാരും സർവേയർമാരും ഒക്കെ വെച്ചിട്ടുള്ളൊരു വട്ടത്തിലുള്ളൊരു മീറ്റർ എന്ന് പറയത്തില്ലേ, നീളം അളക്കാനുള്ള ഇങ്ങനെ മെറ്റൽ കൊണ്ടുണ്ടാക്കി ഇങ്ങനെ ചുരുട്ടി വെച്ചേക്കുമല്ലോ. അതും കൊണ്ടാണ് പാവം ഈ ഉപ്പുപാവ അളക്കാൻ ഇറങ്ങിയത്. പക്ഷേ ഇത് ഉപ്പ് കൊണ്ടുള്ള ഒരു പാവയായതുകൊണ്ട് ആ ഉപ്പ് ക്രമേണ ജലത്തിൽ അലിഞ്ഞു. അവസാനം അളക്കാൻ ആളില്ലാതായി. അളക്കാൻ ആളില്ലാതാവും. അറിയാൻ ഒരു ജ്ഞാതാവുണ്ടാവില്ല. അനുഭവി അല്ലെങ്കിൽ അറിയുന്നവൻ പൂർണ്ണമായി അപ്രത്യക്ഷമാകുമ്പോഴാണ് ആത്മജ്ഞാനം ലഭിക്കുന്നത്. ആത്മജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ഞാൻ വേറെ എന്നുള്ള ജീവഭാവമാണ്. ആ ഭേദചിന്ത, ഞാൻ വേറെ ബ്രഹ്മം വേറെ, ഈ ഭേദചിന്തയാണ് ആത്മജ്ഞാനം നേടാനുള്ള ഏറ്റവും വലിയ തടസ്സം. അതുകൊണ്ട് ആ ഭേദത്തെ മുളയിലേ നുള്ളിക്കളയുക. എപ്പോഴും ഞാൻ അതാണ്, അഹം ബ്രഹ്മാസ്മി. അല്ല സ്വാമി, അങ്ങനെയൊക്കെ പാകത വരാതെ ചിന്തിക്കുന്നത്, ഭാവന ചെയ്യുന്നത് പാപമല്ലേ? സകല പാപങ്ങളെയും കഴുകിക്കളയുന്ന ചിന്തയാണിത്. മറ്റ് പാപചിന്തകൾ ഞാൻ ബ്രഹ്മമല്ല എന്ന അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയിൽ നിന്ന് പൊന്തുന്നവയാണ്. ഞാൻ ബ്രഹ്മമാണ്, എങ്ങും വ്യാപിച്ചു നിൽക്കുന്ന ബോധമാണ് ഞാൻ എന്ന് നിങ്ങൾ ഓരോ പ്രാവശ്യം ചിന്തിക്കും തോറും നിങ്ങളുടെ മനസ്സ് കൂടുതൽ കൂടുതൽ പവിത്രമായി തീരും. നിങ്ങളുടെ മനസ്സിലുള്ള കറകളൊക്കെ കഴുകിക്കളയപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ചിന്തയെ തന്നെ പിന്തുടരുക. എല്ലാം ബ്രഹ്മമാണ് എന്ന് വിചാരിച്ചാൽ പോരെ. ബ്രഹ്മത്തിൽ എല്ലാം എന്നുള്ള സങ്കല്പം സാധ്യമല്ലല്ലോ. അതുകൊണ്ട് സർവം ബ്രഹ്മമയം എന്നുള്ള ചിന്ത പോലും വേണ്ട. ഞാനായി പ്രകടമായിരിക്കുന്നത് അതാണ്. എൻ്റെ മുമ്പിൽ എൻ്റെ അറിവിലാണ് സർവവും പ്രകാശിക്കുന്നത്. അതുകൊണ്ട് സർവത്തിനും കേന്ദ്രബിന്ദുവായി വർത്തിക്കുന്നത് ഞാനാണ്. ഞാൻ എന്ന ജീവബോധം, ആ ജീവനായി പ്രകാശിക്കുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ചിന്തയെ തന്നെ അംഗീകരിക്കുക. സർവം എന്നുള്ള ആശയത്തിന് ബ്രഹ്മത്തിൽ സ്ഥാനമില്ല. പലത് അതിലില്ലല്ലോ. പിന്നെ എന്തിന് നിങ്ങൾ പലതിനെ ബ്രഹ്മം എന്ന് കാണണം? പലതില്ല എന്ന് ചിന്തിക്കൂ. ആ പലത് ഒന്നിൻ്റെ തന്നെ പ്രകടനങ്ങളാണ് എന്ന് കാണൂ. ആ പലതിൻ്റെ തോന്നൽ എനിക്കാണ്, ഞാനാകുന്ന ജീവഭാവത്തിനാണ്. ആ ജീവനായി പ്രകടമായിരിക്കുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ട് അഹം ബ്രഹ്മാസ്മി. മനസ്സിലാവുന്നുണ്ടോ? ഞാനിങ്ങനെ കിടന്ന് ചുമ്മാ തൊള്ള തുറക്കുന്നത് കൊണ്ട് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സാധനം ഉണ്ടല്ലോ, ഇവനൊരു വൈറസ് പോലെ അകത്ത് കയറി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇവൻ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയാൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ തീരും. അതാണ് ഈ ജ്ഞാന ബിന്ദു ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ നമ്മ വിട്ടകലും. അങ്ങനെയാണ് പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ. തന്നിൽ ആത്മഭാവത്തെ വളർത്തിയെടുക്കൂ. ഞാൻ വേറെ ബ്രഹ്മം വേറെ, ആ ചിന്ത ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്.
ഞാൻ, എൻ്റെ, എനിക്ക്, എന്നിൽ, എന്നെ ഇങ്ങനെയുള്ള ഭാവങ്ങൾ, ചിന്തകൾ നമ്മുടെ ഉള്ളിൽ പൊന്തുമ്പോഴും ഈ ഞാൻ വാസ്തവത്തിൽ ബ്രഹ്മമാണ് എന്ന ചിന്തയെ കൂടെ കൂട്ടിച്ചേർക്കൂ. ഇതാണ് ബാലകൃഷ്ണൻ നായർ സാറ് പറഞ്ഞത്. എല്ലാം ബ്രഹ്മമാണ് എന്ന ചിന്തയെ കൂട്ടിച്ചേർക്കൂ. എന്തിനാ ആ ചിന്തയെ കൂട്ടിച്ചേർക്കുന്നത്? അല്ലാതെ തന്നെ 100 ചിന്തകൾ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ ഉദിക്കുന്നുണ്ടല്ലോ. അതൊക്കെ നമ്മെ വെട്ടിലാക്കുന്ന ചിന്തകളാണ്, നമുക്ക് കുഴപ്പമുണ്ടാക്കുന്ന ചിന്തകളാണ്. ഞാൻ ബ്രഹ്മമാണ് എന്നുള്ളത് പരമസത്യമാണ്. ആ ചിന്തയെ അംഗീകരിക്കുന്നവൻ സകല നൂലാമാലകളിൽ നിന്നും പുറത്തു കടക്കും. അതാണ് ഈ ചിന്തയുടെ മഹത്വം. അതുകൊണ്ട് അത് മറ്റ് ചിന്തകളെപ്പോലെ നിസ്സാരമായ എത്രയോ ചിന്തകൾ വരുന്നു, അതിലൊന്നാണ് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള ചിന്ത എന്ന് മാത്രം ദയവായി വിചാരിക്കരുത്. സന്ധ്യാവന്തനം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ ബ്രാഹ്മണർ, പൂണൂലിട്ട് നടക്കുന്നവർ, പൂണൂൽധാരികൾ. അവരുടെ സന്ധ്യാവന്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്തെന്നറിയാമോ? പലരും പറയും ഗായത്രി ജപം എന്ന്. അല്ല, ഗായത്രി ജപമല്ല സന്ധ്യാവന്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നവഗ്രഹ തർപ്പണമുണ്ട്. നവഗ്രഹങ്ങൾ അറിയാമല്ലോ, നമുക്ക് കുഴപ്പമുണ്ടാക്കുന്നവർ. അതിൽ ശുക്രൻ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്ന ആൾ. മറ്റുള്ളവരൊക്കെ കുഴപ്പക്കാരാണ്. ചൊവ്വ, വ്യാഴം, ശനി, സൂര്യൻ, ചന്ദ്രൻ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ ആ നവഗ്രഹങ്ങളെയും മഹാവിഷ്ണുവിൻ്റെ 12 നാമങ്ങളും പറഞ്ഞ് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി, അതിനെയാണ് തർപ്പണം എന്ന് പറയുന്നത്. ആ തർപ്പണത്തിന് തൊട്ട് മുമ്പ്, ഈ തർപ്പണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഇരു കൈകളിലുമുള്ള 10 വിരലുകൾ, ഓരോ കൈയിലും 5 വിരലുകൾ വീതമാണല്ലോ, 10 വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവനവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ബ്രഹ്മമാണ് എന്ന് ധ്യാനിക്കുക. ഇതാണ് സന്ധ്യാവന്തനം എന്ന കർമ്മത്തിൻ്റെ കാതലായ ഭാഗം. പക്ഷേ ഇത് പല ബ്രാഹ്മണർക്കും അറിയില്ല. ഗായത്രി മന്ത്രം ജപിക്കണം 108, 1008, 10008. നമ്പർ ഗെയിം ഒന്നും പ്രയോജനപ്പെടില്ല. കുറേ എണ്ണം ഇങ്ങനെ എണ്ണി ലക്ഷാർച്ചന, കോടിയർച്ചന എന്നൊക്കെ പറഞ്ഞ് അമ്പലങ്ങളിൽ നടത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. നമഃ നമഃ അത് മാത്രമേ കേൾക്കത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പൂജാരിയോ അർച്ചകനോ വിഴുങ്ങിക്കളയും. 1 ലക്ഷാർച്ചന എന്ന് പറഞ്ഞാൽ 1,00,000 നാമങ്ങളാണ്. ഇതെങ്ങനെയാണ് അരമണിക്കൂറിനുള്ളിൽ തീർക്കാൻ കഴിയുന്നത്? എങ്ങനെ സാധ്യമാകും? 1,00,000 പോയിട്ട് 10,000 പോലും ജപിച്ചിട്ടുണ്ടാവില്ല. കുറേ നമഃ നമഃ എന്ന് പറഞ്ഞതുകൊണ്ട് എങ്ങനെ ലക്ഷാർച്ചനയാവും? കോടിയർച്ചനയുടെ കാര്യം പറയുകയേ വേണ്ട. അസാവാദിത്യോ ബ്രഹ്മ, എൻ്റെ ഉള്ളിൽ ഞാൻ എന്ന പ്രകാശമായി സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സൂര്യൻ, ഇത് ബ്രഹ്മമാണ്. ഞാൻ പ്രകാശസ്വരൂപിയാണ്. ഞാൻ അന്ധകാരമല്ല, ഇരുട്ടല്ല, ഞാൻ അനുഭവസ്വരൂപമായ ബ്രഹ്മമാണ് എന്ന് 10 വിരലുകൾ നെഞ്ചിനോട് ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ ധ്യാനിക്കുന്നത്. എന്താണ് ഈ വിരലുകൾ 10ഉം ചേർത്ത് പിടിക്കാൻ കാരണം? 10 എന്നുള്ള സംഖ്യ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും സൂചിപ്പിക്കുന്നു. ഈ 10 ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി വേണം ഞാൻ ബ്രഹ്മമാണ് എന്ന ഭാവന വളർത്തിയെടുക്കാൻ. അപ്പോൾ അതിന് നല്ല ഏകാഗ്രത വേണം. ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്നും ആ ചിന്ത വരണം. ഞാൻ ബ്രഹ്മമാണ് എന്ന ഒരു താതാത്മ്യത്തോടു കൂടി ആ ചിന്തയെ ഉള്ളിൽ ആനയിക്കണം. എന്നാലേ പ്രയോജനവും. അതായത് ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിക്കുമ്പോൾ യു ഷുഡ് ഫീൽ ഇറ്റ്. അത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ആ ചിന്ത വ്യാപിക്കണം. അത് ചുമ്മാ മനസ്സിൻ്റെ ഉപരിതലത്തിൽ പൊന്തുന്ന ഒരു ചിന്തയായി മാത്രം അവശേഷിക്കരുത്.
ഹൃദയം കൊണ്ട് മനസ്സിൻ്റെ അടിത്തട്ടിൽ ആ ചിന്ത പ്രതിഷ്ഠിക്കപ്പെടണം. ആ ഒരു ഭാവം, ആ ഭാവത്തോടു കൂടി ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചാൽ അത് പ്രയോജനം ചെയ്യും. നിർത്താം നമുക്ക്.